കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കടയ്ക്ക് തിരുവാതിരയുടെ കുറച്ച് വിശേഷങ്ങളാണ്. തിരുവാതിരയിട്ട് നാട്ടിൽ വരാൻ പറ്റാത്തവർക്കും വന്ന് കാണാൻ പറ്റാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഈ വർഷത്തെ തിരുവാതിരയും നല്ല അടിപൊളിയായിട്ട് പൊട്ടിച്ചാണ് ആഘോഷിച്ചത്. ഈ കടയ്ക്കൽ ദേവി ക്ഷേത്രം എവിടെയെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ച അങ്ങ് ദൂരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രത്തിലൊന്നാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രം. ഈ നാട്ടുകാരെല്ലാവരും ഈ ദേവിയെ കടയ്ക്കലമ്മ എന്നാണ് വിളിക്കുന്നത്. അതിന് വിഷമം വന്നാലും സന്തോഷം വന്നാലും എൻ്റെ കടയ്ക്കലമ്മ എന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. ഈ നാട്ടുകാർക്ക് ഈ കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് ഓണത്തിനെക്കാട്ടി ഭയങ്കര പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് എറണാകുളത്തു നിന്ന് വന്ന ഒരു ഫാമിലി ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ്. അവരുടെ യഥാർത്ഥ സ്ഥലം ഇവിടെയാണെങ്കിൽ അവർ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. സ്റ്റേജ് മത്സരിച്ച് ടീമുകൾ ദേവിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും നന്നായിട്ട് സന്തോഷിച്ച് നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഉത്സവപ്പറമ്പിലായിരിക്കും. അവർ ഭയങ്കര ഹാപ്പിയിലായിരിക്കും അവിടെ നിൽക്കുമ്പോൾ. തുടർച്ചയായിട്ട് ഈ ഒരു ക്ഷേത്രത്തില് 3 വർഷമായിട്ട് 1ാം സമ്മാനം വാങ്ങിക്കുന്ന ഒരു അങ്കിളിനെയാണ് ഫ്ലോട്ടിന്. ഇവിടെയുള്ള എല്ലാവർക്കും അങ്കിളിനെ അറിയായിരിക്കും. ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാട്. അപ്പൊ ഈ കുതിരയെടുപ്പിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റിപ്പോയി. എന്റെ ചട്ടം ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് 2-3 പേരൊക്കെ അതിന്റെ അടിയിലായി പോയി. പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയില്ല. വന്ന് വീണിട്ട് പിന്നെ എഴുന്നേറ്റ് അവരത് വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാട്. 15 വർഷമായി കെട്ടുകാഴ്ച ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കടയ്ക്ക് തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ചെയ്യുന്ന ഫ്ലോട്ടുകൾ? കടയ്ക്ക് തിരുവാതിരയ്ക്ക് വേണ്ടി മാത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളിലേക്ക് വല്ലതും ചെയ്യാറുണ്ടോ? മറ്റു ക്ഷേത്രങ്ങളിൽ അങ്ങനെ തിരുവനന്തപുരത്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് മത്സരത്തിന് വേണ്ടി. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ മത്സരങ്ങൾ തുടർച്ചയായിട്ട് കടയ്ക്ക് തിരുവാതിരയ്ക്ക് വല്ല മത്സരങ്ങളിൽ പ്രൈസുകൾ എങ്ങനെയാണ്? തുടർച്ചയായി 2 വർഷം ചേർത്തുകൊണ്ട് കിട്ടി. അല്ലാതെ 7 വർഷം ചേർത്തുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റിക്കാട് കരയ്ക്ക് വേണ്ടിയിട്ട് കരയ്ക്ക് വേണ്ടി 3 വർഷം പ്രൈസ് വാങ്ങിച്ചു. 3 വർഷം തുടർച്ചയായിട്ട്? തുടർച്ചയായല്ല, ഒരു വട്ടം പ്രൈസ് ഇല്ലായിരുന്നു. പിന്നെ എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് 2 കൊല്ലം ചേർത്തോണ്ട് കിട്ടി. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെ അടുത്ത ഒരു പ്രൈസ് കിട്ടി. മറ്റു ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ട മറ്റു കരക്കാർക്ക് വേണ്ടി ചെയ്യാറുണ്ടോ? കൂടുതലും വെളിയിലും ചെയ്യുന്ന ഇപ്പൊ നമ്മള്. അപ്പൊ ഇതാണ് നമ്മളെ ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാട് ചെയ്ത ഫ്ലോട്ട്. പക്ഷെ ഇതിന്റെ മുഖം എല്ലാം മറച്ചിരിക്കുകയാണ് കേട്ടോ, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് കുറ്റിക്കാടിന് പുറപ്പെടുന്ന ഫ്ലോട്ടാണ്. പുറപ്പെടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഇതിന്റെ ഫേസ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ രാത്രി
ഇരിക്കുകയാണ്, ഇച്ചിരി റെസ്റ്റ് എടുക്കുകയായിരിക്കും. അപ്പൊ റെസ്റ്റ് എടുക്കുന്ന കുതിരയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് 2 സ്നാപ്പ് അടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ രാത്രി 9 മണിയായപ്പോഴത്തേക്ക് ഓരോരോ ഫ്ലോട്ടുകളായിട്ട് ക്ഷേത്രത്തിലോട്ട് ചെന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളി ഒരു ഭദ്രകാളി ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭദ്രകാളി പോണ വണ്ടി എന്ന് വെച്ചാൽ റിവേഴ്സ് എടുത്താണ് പോകുന്നത്. ഫ്രണ്ടിൽ നിന്ന് നല്ല ലൈറ്റും അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റൂത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരുണങ്ങളുടെ ഫ്ലോട്ടാണ്. ഇതാണ്, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ് ആയിട്ട് നമ്മളിവിടെ ഇത്ര നേരം നിന്നത്. കൂട്ടുകാരെ, അപ്പൊ ഈ അവതരിപ്പിച്ചിരിക്കുന്നത് ദക്ഷ നിഗ്രഹം എന്ന് പറയുന്ന ഫ്ലോട്ടാണ്. ഒരു രക്ഷയില്ല ദക്ഷ നിഗ്രഹം. അപ്പൊ ഈ തല വെട്ടിയിട്ട് ചോര ഒലിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ചോര ഒലിക്കുന്ന കണക്കാണ് എനിക്കൊക്കെ തോന്നുന്നത്. നല്ല ഗംഭീര വർക്കാണ് അരുണങ്ങൾ ഈ വർഷം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വർഷം ഏത് ഫ്ലോട്ടിനാണ് ഫസ്റ്റ് കിട്ടേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രം മൊത്തം വലം വെക്കണം. കൂട്ടുകാർ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ഓരോരുത്തരും പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. പണ്ട് ഈ കടക് ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ കരക്കാരും അവിടുത്തെ ഒരു കലാകാരന്മാരെ കൊണ്ട് ഓരോ അനങ്ങാത്ത ഫ്ലോട്ടുകൾ ചെയ്തായിരുന്നു ദേവിക്ക് കാണിക്കായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ റെഡിമെയ്ഡ് ഫ്ലോട്ടുകളും അനങ്ങുന്നൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഇപ്പൊ കലാകാരന്മാർ ചെയ്യുന്ന ഫ്ലോട്ടുകളെല്ലാം കുറഞ്ഞിട്ട് ഇപ്പൊ അതാണ് കൂടുതൽ. അങ്ങനെ ഈ വർഷവും അരുണങ്ങൾ ചെയ്ത ഈ ഒരു ഫ്ലോട്ടിന് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പൊ എന്താ